ഹലോ ഫ്രണ്ട്സ്, ഏതെങ്കിലും അപവാദത്തിനിരയായവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ അപവാദം പറഞ്ഞു നടക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും അല്ലെങ്കിൽ പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കാര്യമാണ് മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞെടുക്കൽ. പക്ഷെ അങ്ങനെ കുറ്റം പറഞ്ഞെടുക്കുമ്പോൾ അത് അവരുടെ റെപ്യൂട്ടേഷനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയും അവർക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് വരികയും സംഭവിക്കുകയും ചെയ്താൽ, എന്തെങ്കിലും കഷ്ടനഷ്ടതകൾ സംഭവിച്ചാൽ അവർക്ക് ഡിഫാമേഷന് കേസ് ഫയൽ ചെയ്യാം. BNS ആക്ട് 356 ആണ്, സെക്ഷൻ 356 ആണ് ഈ നിയമം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സാധാരണഗതിയിൽ കല്യാണ മുടക്കികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. കല്യാണം ഒരു ആൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് കല്യാണാലോചന വരുവാണ്. സാധാരണഗതിയിൽ നാട്ടുമ്പുറങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. അപ്പോൾ അന്വേഷിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവരെക്കുറിച്ച് ഇല്ലാത്ത നുണ പറഞ്ഞുകൊണ്ട് ആ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, അതിൻ്റെ പേരിൽ ആ വിവാഹം മുടങ്ങിയെങ്കിൽ അവർക്ക് ഇതെല്ലാം ഡിഫാമേഷൻ്റെ കീഴിലാണ് വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു ആൺകുട്ടി മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് നടക്കുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ അവനെക്കുറിച്ച് സാധാരണഗതിയിൽ നാട്ടുകാരൊക്കെ പറയുന്നത് അവൻ കഞ്ചാവ് വലിച്ച് നടക്കുന്നവനാണ്, അവൻ MDMA ഉപയോഗിക്കുന്നുണ്ട്, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നുണ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ കല്യാണാലോചന മുടങ്ങുകയാണ്. അപ്പോൾ അവന് സ്വാഭാവികമായിട്ടും അവിടെ ഒരു കഷ്ടം അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് ഡിഫാമേഷന് ഫയൽ ചെയ്യാം. പക്ഷേ ഇങ്ങനെ അവർ പറഞ്ഞു നടന്നു എന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ അവർക്ക് കോമ്പൻസേഷൻ ഫയൽ ചെയ്യാനും ആ കോമ്പൻസേഷൻ ലഭിക്കാനും സാധിക്കും. അപ്പോൾ കല്യാണം മുടക്കികളും പരദൂഷണം പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.